ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അഭിമന്യ സഹോദരന്മാരെ, വലിയ സുന്ദരായി ബഹുമാനപ്പെട്ട സച്ചിൻ, ഞങ്ങളെല്ലാം ശ്രേഷ്ഠ ഗർഭാനിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ടി ജോഷാസ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അംബാസന്മാർ, സുന്ദരാരി അധ്യാപകർ, വൈദിക ശ്രേഷ്ഠര്, സഹോദരി സഹോദരങ്ങൾ, വൈദിക സഭ മുഴുവൻ ഇന്ന് വലിയ ഒരു ആഹ്ലാദത്തിലാണ് എന്നുള്ളതിന് സംശയമില്ല. സഭയ്ക്ക് എന്നും ഏറ്റവും അത്യുത്തമമായ ഒരു സ്ഥാപനം എന്ന് എവിടെയും അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്നത് ഈ വൈദിക സെമിനാരിയാണ്. 200 വർഷം കഴിഞ്ഞിട്ട അതിൻ്റെ ചരിത്രം കേവലം ഒരു പഠിത്ത വീടിൻ്റെ ചരിത്രമല്ല. ഈ കേരളത്തിൻ്റെ ചരിത്ര, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു സ്ഥാപനത്തിൻ്റെ 200ാം വാർഷികമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ആരംഭിച്ച് ഇന്ന് ആ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപനത്തിലേക്ക് വരികയാണ്. മലങ്കര സഭയുടെ ഹൃദയമായിരിക്കുന്ന ഈ സെമിനാരി മലങ്കര സഭ ജനങ്ങളെല്ലാവരും അവിടെ ഹൃദയത്തിലേക്ക് ആരാധിക്കുകയും വന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ സെമിനാരിയുടെ ദൈനംദിന പുരോഗതിയിൽ അഭിമാനം കൊള്ളുകയും കൂടുതലായ അതിൻ്റെ വളർച്ചയിലേക്ക് ആഗ്രഹിക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ജനങ്ങളാണ് നമുക്കുള്ളത്. വിശ്വാസികളുടെ ആത്മാർത്ഥമായ കൈത്താങ്ങൽ കൊണ്ടാണ് ഈ വൈദിക സെമിനാരി നടക്കുന്നത് എന്ന് നമുക്ക് എവർക്കും അറിയാം. അത് സാമ്പത്തികമായ കൈത്താങ്ങൽ എന്നുള്ളതിനേക്കാൾ ഉപരിയായി പ്രാർത്ഥനയിലൂടെയും ഈ സെമിനാരിയിൽ നിന്ന് നടത്തുന്നതായ പ്രത്യേകമായ പരിപാടികളിലൂടെ സഹകരണത്തിലൂടെയും സെമിനാരിയെ വളർത്തുവാൻ എല്ലാവരും തന്നെ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് ഈ സമ്മേളനം അവസാനിക്കണം എന്നുള്ളതുകൊണ്ട് ആമുഖമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സമ്മേളനത്തിൻ്റെ ഒരു മുഖവര പറയുവാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വേദശാസ്ത്ര സമ്മേളനം എന്നാണ് ഇതിനെ നമ്മൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം വേദശാസ്ത്ര കോളേജാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സമാപ്തിയുടെ ഈ സന്ദർഭത്തിൽ ചില വേദശാസ്ത്ര ചിന്തകൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് അയവിറക്കുന്നതിനുള്ള സന്ദർഭമാണ്. നിങ്ങളുടെയെല്ലാം വേദഗുരുവും വേദശാസ്ത്ര അധ്യാപകനുമായ ബഹുമാനപ്പെട്ട വിശ്വാസിനെ നിർവഹിക്കും എന്നുള്ളതിന് സംശയമില്ല. ഒരു വാക്യം ഈ സമയത്ത് ഓർമ്മിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ 3-ാമത്തെ ലേഖനം 4-ാമത്തെ വാക്യം, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. സത്യത്തിൻ്റെ അന്വേഷണമാണ് വേദശാസ്ത്രത്തിൻ്റെ പാതയെന്ന് നമുക്കറിയാം. സത്യത്തെ അന്വേഷിച്ച് പോകുന്ന ഋഷിഭഗവന്മാരുടെ ബോധ്യത്തിൽ നിന്ന്
അവരെഴുതിയിട്ടുള്ളതാണല്ലോ ഹൈന്ദവ വേദങ്ങളും പുരാണങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ പുരാണങ്ങൾ വേദങ്ങളൊക്കെ പഠിക്കുന്നതിന് ആ കാലഘട്ടം ബ്രഹ്മചര്യമെന്ന് പറയുന്നത് നാലാശ്രമത്തില് ഋഷിപുങ്കവന്മാരുള്ളതായ കടപ്പാട് തീർക്കുന്നതായ സന്ദർഭമെന്നാണ് നമ്മൾ സാധാരണ വിശേഷിക്കുന്നത്. അപ്രകാരം സത്യത്തിൻ്റെ അന്വേഷണം യാഥാർത്ഥ്യമായിട്ട് ശരിയായ രീതിയിൽ നടത്തുമ്പോഴാണ് ദൈവത്തെക്കുറിച്ച് അറിയാൻ മനുഷ്യന് കഴിയുന്നത്. ആ ശരിയായ അവബോധത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് മാത്രമല്ല, ദൈവത്തിന് നമ്മളുമായി ഈ പ്രപഞ്ചവുമായുള്ള എല്ലാ അറിവും നമുക്കതിൽ കൂടി സ്വായത്തമാകുന്നതാണ്. വേദശാസ്ത്രത്തിൻ്റെ രത്നചുരുക്കം അത് തന്നെയാണ്. ദൈവത്തെക്കുറിച്ചും ദൈവം സൃഷ്ടിച്ച പ്രപഞ്ചത്തെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും അറിയുക, അവരുടെ സത്യം അറിയുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ദൗത്യം, അതാണ് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ ദൈവത്തെ അറിയുന്നതോടുകൂടി ആ ദൈവത്തിലുള്ള വിശ്വാസം നമ്മളിൽ രൂഢമൂലമാകുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മിൽ നിന്ന് വേദശാസ്ത്രം ഉണ്ടാകും. ദൈവത്തെക്കുറിച്ചുള്ള അറിവും വിശ്വാസവും ക്രമീകൃതമായ രീതിയിൽ അത് അവതരിപ്പിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വേദശാസ്ത്രത്തിന് ഒരു ദൗത്യമില്ല. കാലികമായ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും അറിയുവാനും ആ സാഹചര്യങ്ങൾക്കെല്ലാം അനുസൃതമായി ദൈവത്തിൻ്റെ സ്വഭാവത്തെ അറിഞ്ഞ് അതിനെ വിലയിരുത്തുവാനുള്ള കഴിവ് വേദശാസ്ത്രം പഠിക്കുന്നവർക്കുണ്ടാകും. പക്ഷെ അതിന് ദൈവത്തിലുള്ള ആഴമായ അറിവും ബോധ്യവും ഉണ്ടാകണം എന്നുള്ളതാണ്. ആ അനുഭവ സാക്ഷ്യം വിശ്വാസത്തിൽ നിന്ന് അധിഷ്ഠിതമാണ് എന്ന് പറയുണ്ടായിരുന്നു. എന്നാൽ ആ അനുഭവ സാക്ഷ്യത്തിന് ശക്തമായിരിക്കുന്ന ഒരു ആകൃതിയും പ്രകൃതിയും ഉണ്ടാകുന്നത് ആരാധനയിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വേദശാസ്ത്ര വിശദീകരണം എന്ന് പറയുന്നത് ആരാധനയിൽ കൂടി അല്ലാതെ അത് യാഥാർത്ഥ്യമാകുന്നില്ല എന്നുള്ളത് ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർ നമുക്ക് പഠിപ്പിച്ചിരിക്കുന്ന ശ്രേഷ്ഠമായ സന്ദേശമാണ്. മാത്രമല്ല, ആ വിശ്വാസം അല്ലെങ്കിൽ വേദശാസ്ത്രം ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും അനേകർക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തെ സജീവമാക്കുന്നതുമാകുന്നത് വേദശാസ്ത്രം പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ലോകജീവിതത്തിനപ്പുറമായ ദൈവിക സാന്നിധ്യത്തിലുള്ള നിത്യജീവനെ കുറിച്ചുള്ളത് പ്രത്യാശയാണ്. അതിൽ കൂടിയാണ് വേദശാസ്ത്രത്തെ കുറെ കൂടെ പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ഹൃദയത്തിൽ അരക്കിട്ടുറപ്പിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് there is a dynamism in theology. വേദശാസ്ത്രത്തിൽ ഒരു സജീവത്വമാണ്. വേദശാസ്ത്രം ഒരിക്കലും സ്റ്റാറ്റിക് ആയിട്ട് ഒരു റിയാലിറ്റി അല്ല. പണ്ടെവിടെയോ ആരെങ്കിലും പറഞ്ഞിരിക്കുന്നത് വീണ്ടും എടുത്ത് പറയുന്നതായിരിക്കില്ല. വേദശാസ്ത്രം കാലികമായ രീതിയിൽ തന്നെ നിർവചിക്കുവാനും അതിനെ പരാവർത്തനം ചെയ്യുവാനും മനുഷ്യന് യോജിക്കുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കുന്നതിന് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വിശദീകരിക്കുന്നതിന് കഴിയുമ്പോഴാണ് വേദശാസ്ത്രം സജീവമാകുന്നത്.
ആ സജീവത്വം കാത്തു സൂക്ഷിക്കുന്നതിന് നമുക്കതിലൊരു ബോധ്യം, ആഴമായ ബോധ്യമുണ്ടാകും. പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും ആഴമായ ബോധ്യം വേണം. ആഴമായ ഒരു സമർപ്പണം അതിന് ആവശ്യമാണ്. അതുപോലെ തന്നെ അത് പ്രയോജനകരമായ രീതിയിലും വേണ്ടതായ ഗൗരവത്തോടുകൂടിയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനുള്ളതായ ഒരു വിനിമയ ശേഷിയും നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. വേദശാസ്ത്രം അവിടെയാണ് വളരുന്നത്. കഴിഞ്ഞ 200 വർഷങ്ങളായി ഈ പഴുത്ത വീടിന് ആ രംഗത്ത് വേണ്ടതായ പുരോഗതി നൽകുവാൻ ഇതിൻ്റെ സ്ഥാപകൻ പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയും അതുപോലെ ദേവദോസ് തിരുമേനിയും മാത്യൂസ് പ്രഥമൻ ബാബ തിരുമേനിയും തുടർന്നുള്ളതായ ഉറുസ്മാൻ ഗ്രിഗോരിയോസ് തിരുമേനിയും ഒക്കെ സാരഥികളായിരുന്ന കാലത്ത് അവർക്ക് ഈ പടുത്ത വീടിനെ ഇത്തരത്തിൽ സജീവത്വം ഉൾക്കൊള്ളുന്നതും സമൂഹത്തിൽ സജീവമായിരിക്കുന്ന സന്ദേശം നൽകാൻ കഴിവുള്ളതുമായി വളർത്തിയെടുത്തു എന്നുള്ളതിൻ്റെ വലിയ ഒരു ഭാവമാണ് ഈ സെമിനാരിൽ നിന്ന് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അഥവാ വിശ്വാസികളുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവ്യബോധനം, നിർവചന ഭാഷ്യം, അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളിൽ കൂടി കൗൺസിലിംഗ് സെൻ്ററുകൾ, ലിറ്ററേച്ചർ സ്കൂൾ, ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ കൂടി സമൂഹവുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള വളർച്ച നേടുവാനിടയായ സെമിനാരിക്ക് ഇനിയും നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഉണ്ടാവണം. ഇത് ലോകത്തെ എവിടെയും അറിയപ്പെടുന്ന വേദശാസ്ത്രത്തിൻ്റെ വലിയ കേന്ദ്രമായി വളരുവാൻ തക്കവണ്ണം നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആവശ്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അഹമ്മദാബാദ് പ്രജാസ്ഥാനത്തിൻ്റെയും പരിശുദ്ധ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദീവന്യാസ ഒന്നാമൻ മെത്രാപ്പൊലീത്തായുടെ ചരമ വിശതാബ്ദി ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ അഭ്യുന്നതനായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂനസ് മെത്രാപ്പൊലീത്ത തിരുവനന്തപുരം ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേദശാസ്ത്ര സമ്മേളനത്തിൻ്റെ അധ്യക്ഷനും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോഡോസ് സെക്രട്ടറിയാണ്. ഈ സെമിനാരിയുടെ വൈസ് പ്രസിഡന്റും കണ്ടനാട് ഭദ്രാസന അധിപനുമായ ഞങ്ങളുടെ ഗുരു കൂടിയായ ഡോക്ടർ മാത്യൂസ് മാർ സെവേറിയോസ് തിരുമേനി ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ എല്ലാ ഗുരുക്കന്മാരുടെ ഗുരുവായ ഏറെ വന്യനായ ഡോക്ടർ TJ ജോഷുവ അച്ഛൻ, സെമിനാരിയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പാൾ, നമുക്കെല്ലാം മനഃശാസ്ത്ര കൗൺസിലിംഗ് തത്വങ്ങളെ പറഞ്ഞു തരികയും മലങ്കര സഭയെ തന്നെ എൻ്റെ പ്രേക്ഷിത പ്രസന്ന പ്രവൃത്തി കൊണ്ട് ധന്യനാക്കുകയും ചെയ്തിട്ടുള്ള മറ്റൊരു ഗുരുവായ ബഹുമാനപ്പെട്ട ഡോക്ടർ ആത്മസജ്ജൻ, സെമിനാരി മാനേജർ സക്കറിയ അമ്പാച്ചൻ, എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട നയനാൻ ജോർജ് അച്ഛൻ, വന്യ പിതാക്കന്മാരെ, തിരുമേനി,
അപ്രയത്തിന് വേണ്ടി വൈദിക ബാധ്യതയും വിശ്വാസത്തെ ദീർഘമായ ഒരു പ്രസംഗത്തിന് സമയമില്ല, ശ്രദ്ധയില്ല എന്ന് അറിയാം. നാം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ പ്രധാനമായി ഇന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഈ തലമുറയിൽ സെമിനാരിയെക്കുറിച്ച്, സെമിനാരിയുടെ അനുദിന ജീവിതത്തെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച് ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മോട് സംസാരിക്കുവാൻ കഴിയുന്ന 3-4 തലമുറകളെ കാണുവാൻ കഴിഞ്ഞിട്ടുള്ള സെമിനാരിയുടെ ആധുനിക ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ എന്നും ഈ സെമിനാരിയിൽ ഉള്ള ബഹുമാനം ജോഷുവച്ചൻ നമ്മളോടൊപ്പമുണ്ട്. ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ എന്നുള്ള നിലയ്ക്ക് ഏതാനും കാര്യങ്ങൾ പറയുമ്പോൾ മാത്രം ഈ സമയം വരികയാണ്. 200 വർഷം അജ്ഞാന അന്ധത നീക്കി വിജ്ഞാനം വിതറി, വിജ്ഞാനദ്യുതി വിതറി ഉന്നത ഗതിയിൽ ശോഭിക്കുന്ന ഒരു സ്ഥാപനം. സെമിനാരിയുടെ സെമിനാരി സോങ്ങിൽ, സെമിനാരി ഗാനത്തിൽ പറയുന്ന ആ വാക്കുകളാണ് അത് അന്വർത്ഥവുമാണ്. ഈ സെമിനാരിയുടെ 200ാം വാർഷികവും സെമിനാരി സ്ഥാപകന്റെ 200ാം ചരമ ദിനവും ഒന്നിച്ച് ആഘോഷിക്കുവാൻ കൂടുമ്പോൾ ഒന്നിന്റെ സമാപനവും മറ്റൊന്നിന്റെ ആരംഭവും കുറിക്കുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു കാര്യം, വിത്ത് എന്ന ധാതു അത് അറിയുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ചുനോ അതിൽ നിന്ന് മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതവും മലയാളവും ചേരുന്നതായ ഈ ഭാഷകളിൽ വിത്ത് എന്ന ധാതുവിൽ നിന്ന് ഒട്ടനവധി പദങ്ങളുണ്ട്. ഏതാനും വാക്കുകൾ മാത്രം ഓർക്കുകയാണ്: വേദം, വിദ്യ, വൈദ്യം, വൈദഗ്ധ്യം, വൈദികൻ, എന്തിനേറെ വിദ്യുത് ശക്തി. ഇതെല്ലാം വിത്ത് ധാതുവിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അറിവും പ്രകാശവും ശക്തിയും സമ്മേളിക്കുന്ന സ്ഥലമാണ് പഠന കളരികൾ, പഠിത്ത വീട്. അത്തരത്തിലുള്ള ഒരു പഠിത്ത വീട് മലങ്കര സഭയുടെ ഹൃദയമായി ഉണ്ടാകേണ്ടുന്നത്, നിലനിൽക്കേണ്ടുന്നത്, ആധുനികമായ എല്ലാ കാര്യങ്ങളിലേക്കും പാരമ്പര്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് വീക്ഷിക്കുവാനുള്ള ഒരു വൃക്ഷമായി വളരേണ്ടുന്നത് ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ മഹത് വ്യക്തിത്വങ്ങളിൽ ഒന്നാമനായിരുന്നു പുലിക്കോട്ടിൽ യോസേഫ് റമ്പാൻ. തന്റെ ജീവിതത്തിന്റെ യൗവനം, ആ കാലഘട്ടം മുഴുവൻ അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും മലങ്കര സഭയ്ക്ക് തനതായ സത്വബോധമുള്ളതായ ഒരു സംവിധാനം ഉണ്ടാകുവാനുള്ള വിവിധ ചിന്ത പദ്ധതികളാണ് എന്ന് നമുക്ക് അറിയാം. ഇതിൽ 3-4 കാര്യങ്ങൾ ഓരോ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, ഒന്നാമത്തേത് ആർത്താറ്റ് പടിയോല എന്ന് വിശേഷിപ്പിക്കുന്ന 1806 അദ്ദേഹത്തിന്റെ മാത്രം ഇടവകയിൽ വെച്ചുണ്ടായ ഒരു ഡോക്യുമെന്റാണ്. ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഈ രേഖകളെല്ലാം ലഭ്യമാണ്. അദ്ദേഹം പ്രധാന ശില്പിയായി തിരഞ്ഞെടുത്ത ആ രേഖയിൽ വളരെ വ്യക്തമായി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഒരു വിദേശ മേൽക്കോയ്മകൾക്കും ഒരു കാലത്തും മാർത്തോമാ ശ്ലീഹായുടെ മക്കളായ മലങ്കര സഭ വിധേയപ്പെടുകയില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എടുത്തു പറഞ്ഞിട്ടുണ്ട്, റോമ, ബാബിലോൺ, അന്ത്യോക്യ തുടങ്ങിയ ഒരു വൈദേശിക ആധിപത്യങ്ങളുടെയും മക്കളല്ല, മറിച്ച് ഞങ്ങൾ മലങ്കര സഭയുടെ മക്കളാണ്. ഈ മലങ്കര സഭയ്ക്ക് വ്യക്തമായ ഒരു ദിശാബോധം ഉണ്ടാകുവാൻ തക്കവണ്ണം അന്നത്തെ തന്റെ സഹപ്രവർത്തകരോട് ചേർന്ന് അതിൽ പ്രധാനിയായിരുന്നു
ഫിലിപ്പോസ് റമ്പാച്ചൻ. ഈ രണ്ടുപേരും കണ്ടനാട് പടിയോലയുടെ അതിനെ ഭരണഘടനയുടെ 1934 ഭരണഘടനയുടെ പ്രാഗ്രൂപമെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയും. ഈ കണ്ടനാട് പടിയോലയിൽ അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത വലിയ ദിവനാസിയോസ് 6ാം മാർത്തോമാ മെത്രാപ്പോലീത്ത ആ കാലം മുതൽ പിന്നീട് വന്ന 7ാം മാർത്തോമാ 8ാം മാർത്തോമാ ഇവരുടെ സെക്രട്ടറിമാരായി ഒന്നിച്ച് പ്രവർത്തിക്കുവാനും വടക്കും തെക്കും ഒരുപോലെ വിജ്ഞാന ദ്യുതി വിതറുവാൻ അതിൽ ക്രമീകൃതമായ പഠന സംവിധാനം ഉണ്ടാകണം. വേദഗ്രന്ഥം അഥവാ വിശുദ്ധ പുസ്തകം ഹോളി സ്ക്രിപ്ചർ അത് അതിൻ്റെ ആധികാരിക ഭാഷയായ സുറിയാനി, ലത്തീൻ ഈ പദങ്ങൾ ഈ ഭാഷകളിലൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പഠിക്കുവാൻ വിവർത്തനം ചെയ്യപ്പെടുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെ തീരുമാനിച്ചതും സഭയ്ക്ക് ചില നിയമങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നതുമൊക്കെ കണ്ടനാട് പടിയോലയിൽ നമുക്ക് വീക്ഷിക്കുവാൻ കഴിയും. അതിനെ തുടർന്നാണ് സുറിയാനി വൈദിക പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രധാന നേതൃത്വത്തിൽ CMS മിഷണറിമാരുടെ സഹകരണത്തോടുകൂടി അവരുടെ സാങ്കേതിക സഹകരണം, ഭാഷാ സഹകരണം ഇങ്ങനെയുള്ള കാര്യങ്ങളോടുകൂടി പെക്ഷിത്തായെ മൂലമാക്കിക്കൊണ്ട് സുറിയാനി വേദപുസ്തകത്തെ മൂലഭാഷയാക്കിക്കൊണ്ട് ഒരു ബൈബിൾ തർജ്ജമ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചു. അതിന്റെ വിവർത്തനം അന്നത്തെ 2 റമ്പാച്ചന്മാർ, കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചൻ, പുലിക്കോട്ടിൽ വിട്ടൂപ്പ് റമ്പാച്ചൻ, അവർ സഹപ്രവർത്തകരായിരുന്നു. അവർ അടുത്ത വീടുകളിൽ ഒന്നിച്ച് പഠനം നടത്തിക്കൊണ്ടുവരായിരുന്നു. ശിഷ്യന്മാരെ കൊണ്ട് അനേക ഗ്രന്ഥങ്ങൾ അത് മുദ്രണമില്ല ആവർത്തിച്ച് എഴുതിക്കുന്നവരായിരുന്നു. ഒട്ടനവധി കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിച്ചവർ. സാന്ദർഭികമായി പറയട്ടെ, കായംകുളം ഫിലിപ്പോസ് റമ്പാച്ചന്റെ നിര്യാണത്തെക്കുറിച്ച് പുലിക്കോട്ടിൽ ഔസേപ്പ് റമ്പാച്ചൻ അതിസുന്ദരമായ പൂക്കോയ രാഗത്തിൽ 10 ശീലുകളുള്ള അതിസുന്ദരമായ ഒരു വിലാപഗാനം ലഭിച്ചിട്ടുള്ളത് പ്രസിദ്ധീകൃതമാണ്. ആ വിധത്തിൽ അടുപ്പമുണ്ടായിരുന്നവർ ഒന്നിച്ച് നെയ്യോട് മേൽച്ചേർന്ന് തോളോട് തോളിൽ പ്രവർത്തിച്ചു. അതിൽ നിന്ന് ഒരു ബൈബിൾ വിവർത്തനമുണ്ടായി. കായംകുളം റമ്പാച്ചന്റെ നിര്യാണത്തിന് തൊട്ട് അടുത്ത സമയത്ത് തന്നെ 1811 അത് ബോംബെ കൊറിയർ പ്രസിൽ നിന്ന് അച്ചടിക്കുവാൻ 100 കോപ്പികൾ കേരളത്തിൽ ലഭ്യമാക്കിയിട്ട് അത് ദേവാലയങ്ങളിൽ എത്തിക്കുവാൻ തദ്ദേശീയ ഭാഷയിൽ വേദപുസ്തകം സുവിശേഷങ്ങൾ വായിക്കപ്പെടുവാൻ ഒക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ ഈ പിതാവിനെ കഴിഞ്ഞു. തുടർന്നുള്ള രംഗങ്ങളിൽ നാം കാണുന്നുണ്ട് ആ വിവർത്തന ശകലം അവിടെ അവസാനിക്കുന്നില്ല. ബൈബിളിന്റെ പൂർണ്ണ വിവർത്തനത്തിനുള്ള ഉത്തരവാദിത്വവും പുലിക്കോട്ടിൽ യൗസേപ്പ് റമ്പാച്ചന്റെയും പിൽക്കാലത്ത് പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് മാരുടെ ഗണത്തിൽ 2ാമൻ, യൗസേപ്പ് ദിവനാസിയോസ് 1ാമൻ. അദ്ദേഹത്തിന്റെ പ്രധാന നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും പിന്നീട് മലങ്കര മെത്രാപ്പോലീത്തായുമായ പുന്നത്തറ ജോർജ് കത്തനാർ അഥവാ പുന്നത്തറ ദിവനാസിയോസ് തിരുവേലിയുടെ പ്രത്യേക മേൽനോട്ടത്തിലും ഒക്കെ നടന്നതായി അനേകം രേഖകൾ കാണുന്നുണ്ട്. ഞാൻ ആ ഭാഗത്ത് നിന്ന് കടക്കുകയാണ്. 1813 ഒരു സെമിനറി ഉണ്ടാക്കുവാനുള്ളതായ പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചതാണ്. അതിനുവേണ്ടി മൻസൂർ സാഹിബ് മുതലുള്ള അനേകം ആളുകളെ അന്നത്തെ അധികാരം വഹിച്ചിട്ടുള്ളവരിൽ അനേകരെ നിരന്തരമായി മലങ്കര സഭ യൗസേപ്പ് റമ്പാച്ചന്റെ പ്രധാന നേതൃത്വത്തിൽ കാണുകയും സംസാരിക്കുകയും അവരിൽ നിന്നൊക്കെ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങളും സഹായങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള സെമിനറി സുറിയാനി ക്രിസ്ത്യാനികളുടെ അഭ്യുന്നതിക്ക് വേണ്ടി ആരംഭിക്കുവാൻ തക്കവണ്ണം അന്നത്തെ റീജിയന്റ് മഹാറാണി റാണി ഗൗരി ലക്ഷ്മിബായി മലങ്കര സഭയ്ക്ക് നൽകിയതാണ്. അവിടെ ആ പടുത്ത വീട് പണിയുവാൻ അതിന്റെ പണിക്ക് പ്രധാനമായും രേഖകളിൽ കാണുന്നുണ്ട്
വസ്തുതകൾ കൊണ്ടുവന്നുമാണ് അത് പണിയപ്പെട്ടത്. ഏതെങ്കിലും വിദേശ രാജ്യത്തിൻ്റെയോ വിദേശ റാണിമാരുടെയോ ഒന്നും സ്ഥാപനമായിട്ടല്ല അത് ഉണ്ടായത്. ഇതിലെ ചരിത്ര വസ്തുതകളാണ്. ആ വിധത്തിൽ ലോകത്തിന് മുഴുവൻ വിജ്ഞാനം നൽകുവാൻ ഭാരതത്തിലെ തന്നെ ആദ്യത്തെ സെമിനാരിയായിട്ട് സെറാമൂർ കോളേജ് തുടങ്ങുന്നതിന് മുൻപ്, ഒരു വർഷം മുൻപ്, കോട്ടയത്ത് ഒരു പഠിത്തമില്ല. കോട്ടയം കോളേജ്, കോട്ടയം സെമിനാരി, ഭാഷ ഏതൊക്കെ പറഞ്ഞാലും ആരംഭിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ വസ്തുതയാണ്. സെമിനാരിയുടെ പിൽക്കാല വളർച്ചകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ഓർമ്മിക്കുവാനുള്ളത്, അന്ന് യൗസേപ്പ് പൊമ്പാച്ചനെ നൽകിയതായ ഗവീരമായി നൽകിയതായ നിലവ് തീട്ടൂരം, അതിന്റെ പകർപ്പാണ് ഇത്. 1500 രൂപ പ്രസ് ക്ലബിൽ കൊടുത്ത് ഒരു ചെറിയ കോൺഫറൻസ് വിളിച്ചു കൂട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് ചരിത്രമാകും എന്ന് ആരെങ്കിലും, പ്രത്യേകിച്ച് വിദേശ സഭകളുടെ വാലുകളായി നിൽക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ അവർക്ക് ചരിത്രം നൽകുന്ന ഒരുപാട് മറുപടികളുണ്ട്. ഇത് പ്രസിനെ ലഭ്യമാകുന്നതാണ്, ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും കാണാതെയാണ് പഴയ സെമിനാരിയുടെ ആരംഭത്തെ കുറിച്ചൊക്കെയുള്ള ചില ചർച്ചകൾ മാധ്യമലോകത്ത് തുടങ്ങി വെക്കുന്നത് എന്ന് ഓർക്കണം. ചരിത്രകാരന്മാർ ഡോക്ടർ കുര്യൻ തോമസ്, ഡോക്ടർ ജോസഫ് ജീവൻ തുടങ്ങിയതായ വ്യക്തികൾ പ്രത്യേകിച്ച് ഇതിന്റെ മുഴുവൻ ഡോക്യുമെന്റുകളും ചേർത്തുകൊണ്ട് അനേക ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ഒന്നും സാഹിത്യ സ്ഥാപനത്തിന്റെ അധിപനാണെന്ന് ഒരിടത്തും പറഞ്ഞു വെച്ചിട്ടില്ല എന്നുള്ളതോടെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യ 2 പതിറ്റാണ്ടുകളിൽ മാത്രം. അതിനുശേഷം ഉണ്ടായ ഒരു കോളേജ്, ആ കോളേജിന്റെ ആരംഭം എവിടെയായിരുന്നു എന്നുള്ളതുകൊണ്ട് അതാണ് കോളേജ്, ഇത് മറ്റെന്തോമാണ് എന്ന് പറയുവാൻ ശ്രമിക്കുന്നത് ചരിത്രത്തോട് നാം കാണിക്കുന്ന ഒരു ധിക്കാരമാണ്. അതിനൊപ്പം നാം ഇന്നും ആരുടെയൊക്കെയോ അടിമകളായി ചിന്തിക്കുവാൻ മാത്രം ആഗ്രഹിക്കുന്നവരാണ് എന്ന ഒരു ചിന്തയുമാണ്. ഞാൻ ആ ഭാഗത്തു നിന്ന് വിളിക്കുക. ഒരു വേദശാസ്ത്ര സമ്മേളനം നടക്കുമ്പോൾ ഓർമ്മിക്കുവാനുള്ളത് ഇത് മാത്രമാണ്. 200 വർഷങ്ങൾക്ക് മുൻപ് അന്ന് ആവശ്യമായിരുന്ന കാര്യങ്ങളെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ സാധിച്ച പിതാക്കന്മാരുണ്ടായിരുന്നു. ഇന്ന് നാം നിൽക്കുമ്പോൾ അടുത്ത 200 വർഷത്തേക്ക് മലങ്കര സഭയ്ക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങളെന്ന് സ്വപ്നം കാണുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും ഉള്ളതായ ഒരു സംവിധാനം അതിശക്തമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇല്ല എന്ന് പറയുകയല്ല, എന്നാൽ കൂടുതൽ ഉണ്ടാകേണ്ടിയിരിക്കേണ്ടത് ഇന്നിൻ്റെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ചരിത്ര പഠനത്തിന് ആവശ്യമായ പ്രാധാന്യം നാം ഇനിയും നൽകിയിട്ടില്ല. ഡാറ്റാബേസുകളുണ്ട്, ഡോക്യുമെന്റുകളുണ്ട്. എന്നാൽ മലങ്കര സഭയുടെ അല്ലെങ്കിൽ കേരള സാംസ്കാരിക ചരിത്രവും അതിൽ തദ്ദേശീയമായ മലങ്കര സഭ വഹിച്ചിട്ടുള്ള പങ്കും വേണ്ടതുപോലെ പഠന വിഷയമാക്കുവാൻ അത് ലോക ചരിത്രത്തിൽ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ആ വിധത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റിസർച്ച് സെന്റർ ആരംഭിക്കേണ്ടിയിരിക്കുന്നത് ഏറ്റവും ആവശ്യം. ഇത് പല കാര്യങ്ങളിൽ ഒന്ന് മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അഭ്യന്തര സംഘർഷങ്ങൾ എന്തു വില കൊടുത്തും എത്രയും എളുപ്പത്തിൽ അതത് സ്ഥാനത്ത് തന്നെ വെച്ച് TDS അടയ്ക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. അതായത് ഒരു ഏതൊരു കാര്യം വരുമ്പോഴും ടാക്സ് ഡിഡക്ഷൻ അറ്റ് ദ ഒറിജിൻ എന്നൊരു സംവിധാനമുണ്ട്. എന്ന് പറയുന്നത് പോലെ ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും ശാസ്ത്രത്തോടെ പ്രശ്നങ്ങളുണ്ടാകും. അതിനെ അവിടെ വെച്ച് തന്നെ പരിഹരിക്കുവാനും നന്മയിലേക്ക് കുതിക്കുവാനുമുള്ള ഒരു ത്രാണി ഇനിയും സഭ നിലനിർത്തുവാനായിട്ടിടയാകും. ഒപ്പം തന്നെ സ്വത്വബോധം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കൊക്കെയായിരുന്നു, നമുക്ക് വിദേശ പിതാക്കന്മാരുടെ അത് സഭ ഏതായിരുന്നു